മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അടുപ്പവും സ്നേഹവും ഉണ്ടാവേണ്ടത് ആരോടാണ്? അവൻ്റെ മാതാവിനോട്, പ്രവാചകനോട്, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവരോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി അതാണ്. 2 തവണയും 3 തവണയും ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിന് ഇതേ മറുപടി തന്നെയാണ് പ്രവാചകൻ കൊടുക്കുന്നത്. പിന്നെ അവൻ്റെ പിതാവിനോട്. ഇനി അങ്ങനെ വീണ്ടും ആ മനുഷ്യൻ പ്രവാചകനോട് ചോദിച്ചിരുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്തടുത്ത ബന്ധങ്ങളെ ഇങ്ങനെ വികസിച്ച് വരുമായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണോ? സ്വന്തം മാതാവിനോട്, സ്വന്തം പിതാവിനോട് കലഹിക്കുകയും അവരോട് അനുസരണക്കേട് കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികൾ പുറത്തുപോയി അവരുടെ ഫാൻസിൻ്റെ വലിയ കട്ടൗട്ടുകൾ വെക്കുന്ന ഒരു വിരോധാഭാസം നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു അസൂയ ഉണ്ടാവേണ്ടത്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്കൊട്ടും പരിചയമില്ലാത്ത ആളുകളാണ്. അവരിൽ നിന്നാണ് തുടങ്ങേണ്ടത്. വലിയ വലിയ സമ്പന്നരായ ആളുകളുണ്ട്, വലിയ വലിയ അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളുണ്ട്, വലിയ വലിയ മികവ് തെളിയിക്കുന്ന ആളുകളുണ്ട്. അവരോടാണ് യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു അസൂയ ഉണ്ടാവേണ്ടത്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന എന്താ വെച്ചാൽ, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നാണ് ഈ അസൂയ വളർന്നു തുടങ്ങുന്നത്. അത് തൻ്റെ സഹോദരന്മാരിൽ നിന്ന്, തൻ്റെ അയൽവാസികളിൽ നിന്ന്, തൻ്റെ അടുത്ത ബന്ധുക്കളിൽ നിന്ന്, തൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന്. അവർക്കുണ്ടാകുന്ന നേട്ടങ്ങളും അവർക്കുണ്ടാകുന്ന മെച്ചങ്ങളിലുമാണ് പലപ്പോഴും നമുക്ക് അസൂയ ഉണ്ടാകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബന്ധങ്ങളും സ്നേഹങ്ങളും തുടങ്ങേണ്ടത് എവിടെ നിന്നാണോ അത് കീഴ്മേൽ മറിയുന്ന ഒരു സാഹചര്യമാണ് നിർഭാഗ്യവശാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനും അന്ത്യദിനത്തിലും തൻ്റെ സൃഷ്ടാവിലും തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമുണ്ട് എന്ന് പറയുന്ന പാരത്രിക വിശ്വാസവും, ഇത് രണ്ടും ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ അയൽവാസിയോട് നന്നായിട്ട് പെരുമാറട്ടെ, അവൻ്റെ അതിഥിയെ അവൻ ആദരിക്കട്ടെ. ഇങ്ങനെയാണ് പ്രവാചകൻ പഠിപ്പിച്ചു തുടങ്ങുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്നേഹബന്ധങ്ങൾ വികസിക്കേണ്ടത് നമ്മുടെ അടുത്ത ആളുകളിൽ നിന്ന് അങ്ങനെ വികസിച്ചു വരികയും നമ്മളോടുള്ള എതിർപ്പും വിദ്വേഷവും അല്ലെങ്കിൽ ഒരാളുടെ വളർച്ചയിലും നേട്ടത്തിലും നമുക്കുണ്ടാകുന്ന ഏതോ ഒരു അസ്വസ്ഥത ദൂരെ നിന്ന് അകലേക്കുമാണ് വരേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾക്കുണ്ടാകുന്ന നേട്ടങ്ങളിൽ, നമ്മുടെ കൂടപ്പിറപ്പുകൾക്കുണ്ടാകുന്ന നേട്ടങ്ങളിൽ, നമ്മുടെ ഏറ്റവും അടുത്തുള്ള അയൽവാസികൾക്കുണ്ടാകുന്ന നേട്ടങ്ങളിൽ സന്തോഷിക്കുവാനും അതിൽ ആനന്ദിക്കുവാനും ആ നേട്ടത്തിൽ എപ്പോൾ നമുക്ക് സന്തോഷവും സുഖവും അനുഭവപ്പെടുന്നുവോ, എപ്പോൾ നമ്മുടെ അടുത്തവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുവോ, ആ സന്ദർഭത്തിലാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യനായി വികസിക്കുക. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.